എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ ഫിസിക്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൗണ്ടിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ബീറ്റ്സ്. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ബീറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. യു കൺസിഡർ ടു ഹാർമോണിക് സൗണ്ട് വേവ്സ്. ഇവയുടെ ഫ്രീക്വൻസീസ് തമ്മിൽ വളരെ ചെറിയ ഒരു ഡിഫറൻസേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഈ രണ്ട് സൗണ്ട് സോഴ്സ് കൂടി നമ്മൾ ഒരുമിച്ച് എക്സൈറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് യു ആർ ഹിയറിംഗ് ടു സൗണ്ട്സ് ഓഫ് നിയർലി സെയിം ഫ്രീക്വൻസി. എന്തായിരിക്കും നിങ്ങൾ കേൾക്കുക? ആ ഫ്രീക്വൻസീസ് തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളതുകൊണ്ട് തീർച്ചയായും നമ്മൾ കേൾക്കുന്നത് ആ രണ്ട് സൗണ്ട്സിൻ്റെയും കൂടി ആവറേജ് ഫ്രീക്വൻസി ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. പക്ഷേ തിയറിറ്റിക്കലി വി ക്യാൻ ഷോ ദാറ്റ് in addition to the average frequency, we will hear something else. We can hear a continuous waxing and waning in the intensity of sound. Waxing and waning എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്നതിനെയാണ് നമ്മൾ ഈ വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അടുത്ത ഫ്രീക്വൻസീസ് ഉള്ള രണ്ട് സൗണ്ട് വേവ്സ് നമ്മൾ ഒരുമിച്ച് കേട്ടാൽ ഇൻറ്റൻസിറ്റിയിൽ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഉണ്ടാകും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ബീറ്റ്സ്. നമുക്ക് ഈ ബീറ്റ്സിനെ ഒന്ന് കേട്ട് നോക്കിയാലോ. ഒഡാസിറ്റി എന്ന സൗണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 440 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഒരു നോട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ നോട്ടിനെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് 440 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ്. ഇനി നമുക്ക് ഒരു നോട്ട് കൂടി പ്രൊഡ്യൂസ് ചെയ്യാം. ആ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന നോട്ടിൻ്റെ ഫ്രീക്വൻസി ഞാൻ 443 ഹെർട്സ് ആക്കുന്നു. ദാറ്റ് മീൻസ് there is only 3 hertz difference between this note and the note I am going to produce. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് ടോണും കാണാൻ പറ്റും. ആദ്യത്തേത് 440 ഹെർട്സ് ആണ്, രണ്ടാമത്തേത് 443 ഹെർട്സ് ആണ്. ഞാൻ ഈ ആദ്യത്തെ നോട്ടിനെ മ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് രണ്ടാമത്തെ നോട്ട് മാത്രം ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് 443 ഹെർട്സിലെ സൗണ്ടാണ്. കേട്ടില്ലേ? എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ നമ്മൾ 440 കേട്ടു, 443യും കേട്ടു. രണ്ടും തമ്മിൽ ഒരു കൺസിഡറബിൾ ഡിഫറൻസ് നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ഇനി നമുക്കറിയേണ്ടത് ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് കേട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൻ്റെ ആവറേജ് ഫ്രീക്വൻസി മാത്രമാണോ നമ്മൾ കേൾക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഈ രണ്ട് നോട്ടിനെയും കൂടി ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പോകുന്നു. യു ലിസൺ ടു ദ സൗണ്ട് കെയർഫുള്ളി. ഈ രണ്ട് സൗണ്ട് കൂടി ഒരുമിച്ച് കേട്ടപ്പോൾ എന്ത് വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയത്? സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബീറ്റ്സ്. ബീറ്റ്സ് പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയ മ്യൂസിക്കലായ സൗണ്ട്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റ്സ് പലപ്പോഴും അനോയിങ് സൗണ്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഡിസ്റ്റർബൻസ് ഈ ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. This one waxing and one waning together is called one beat. The number of beats produced in 1 second is called beat frequency. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് രണ്ട് സൗണ്ട് വേവ്സ് കാണാം. ആൻഡ് യു ക്യാൻ സീ ബോത്ത് ദ സൗണ്ട് വേവ്സ് ഡിഫർ സ്ലൈറ്റ്ലി ഇൻ ദെയർ ഫ്രീക്വൻസി. ഈ രണ്ട് വേവിൻ്റെയും കൂടി റിസൾട്ടൻ്റ് വേവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ റിസൾട്ടൻ്റ് വേവിൽ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. The beat frequency is equal to the difference in frequency between the waves. So if nu1 and nu2 are the frequencies of the two waves, you will hear
ന്യൂ 1 മൈനസ് ന്യൂ 2 ബീറ്റ്സ്. ഈ ബീറ്റ്സിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ് എന്നറിയുന്നതിനായി നമുക്ക് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഈ ബീറ്റ്സ് എന്ന കോൺസെപ്റ്റിനെ ഒന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു സിറ്റുവേഷൻ എഴുതൂ. 2 ഗിറ്റാർ സ്ട്രിങ്സ് എ ആൻഡ് ബി playing a particular note are slightly out of tune and produce beats of frequency 6 Hz. ആ സിറ്റുവേഷനിൽ എന്താ അവർ പറഞ്ഞത്? There are 2 guitar strings. 2 ഗിറ്റാറിസ്റ്റ് ഉണ്ട്, സേ എ ആൻഡ് ബി. ദേ ആർ പ്ലേയിങ് എ പെർട്ടിക്കുലർ നോട്ട്. ഒരേ നോട്ട് തന്നെയാണ് 2 ഗിറ്റാറിസ്റ്റും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആവണം. അപ്പോഴാണ് നമ്മൾ അതിനെ ട്യൂണായി അല്ലെങ്കിൽ ശ്രുതി ചേർന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്താ? ദേ ആർ ഔട്ട് ഓഫ് ട്യൂൺ ആൻഡ് ദേ പ്രൊഡ്യൂസ് 6 ബീറ്റ്സ് പെർ സെക്കൻഡ്. അപ്പോൾ 2 ഗിറ്റാറും പ്രൊഡ്യൂസ് ചെയ്ത ടോണിൽ തമ്മിൽ 6 ഹെഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ, മ്യൂസീഷ്യൻസ് ട്യൂൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എയുടെയും ബിയുടെയും ഫ്രീക്വൻസി തമ്മിൽ ഇപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് റെഡ്യൂസ് ചെയ്ത് 0 ആക്കി മാറ്റിയാൽ യു വിൽ നോട്ട് ഹിയർ എനി ബീറ്റ്. അറ്റ് ദാറ്റ് ടൈം എ ആൻഡ് ബി വിൽ ബി ഇൻ ട്യൂൺ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആക്കി എഴുതുക. അത് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എ ഈസ് സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് and the beat frequency is found to reduce to 3 Hz. If the original frequency of A is 324 Hz, what is the frequency of B? See, let's assume new A and new B are the frequencies of A and B. It is clear that there is a difference between new A and new B, and that difference is 6 Hz. And they are giving you the value of new A is 324. If so, what is the value of new B? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ന്യൂ എ 324 ആണെങ്കിൽ ന്യൂ ബി 330 ഹെഡ്സ് ആയിരിക്കണ്ടേ? 330 ഹെഡ്സ് മാത്രമേ വരാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞത് എന്താ? ന്യൂ എയും ന്യൂ ബിയുമായി 6 ഹെഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ന്യൂ ബി എന്നത് 330 ഹെഡ്സും ആവാം, 318 ഹെഡ്സും ആവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 318 ആണോ 330 ആണോ ന്യൂ ബിയുടെ വാല്യൂ എന്നാണ്. നമുക്ക് ഈ 324 എന്ന ഫ്രീക്വൻസിയെ ഒന്ന് ഡിക്രീസ് ചെയ്യിച്ചു നോക്കാം. 324 ഡിക്രീസ് ചെയ്താൽ ഇറ്റ് വിൽ കം ക്ലോസ് ടു 318. അപ്പോൾ ന്യൂ ബിയുടെ വാല്യൂ 318 ആണെങ്കിൽ ന്യൂ എ ഡിക്രീസ് ചെയ്യുമ്പോൾ ബീറ്റ്സിൻ്റെ നമ്പർ കുറയണം. ഇനി ന്യൂ ബി 330 ആണെങ്കിലോ? ന്യൂ ബി 330 ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്തുകൊണ്ട് ന്യൂ എയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യിച്ചാൽ ന്യൂ എയും 330യുമായുള്ള ഡിഫറൻസ് കൂടും. സോ യു വിൽ ഹിയർ മോർ ബീറ്റ്സ്. ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. വെൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എ ഈസ് സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എയുടെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്തു എന്നാണ് മീനിങ്. The beat frequency is found to reduce. That means new B is less than new A. So the frequency of B must be 318 Hz. ഈ ബീറ്റ്സ് എന്ന പ്രോപ്പർട്ടി നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്യൂൺ ചെയ്യുന്നതിൽ തന്നെയാണ്. വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സൗണ്ട്സ് കേട്ടിട്ട് ബീറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. മൾട്ടി എൻജിൻ ഫ്ലൈറ്റ്സിൽ ഒന്നിലധികം പ്രൊപ്പല്ലേഴ്സ് ഉണ്ടാവും. ഈ പ്രൊപ്പല്ലൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിൻ്റെ ഒക്കെ ഫ്രീക്വൻസി സെയിം അല്ല എങ്കിൽ അത് ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബീറ്റ്സ് വളരെയധികം അനോയിങ് ആയിരിക്കുകയും ചെയ്യും. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രൊപ്പല്ലൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി സെയിം ആയി വരത്തക്ക വിധത്തിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുക. സൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡോപ്ലർ എഫക്റ്റ്. ഈ ഡോപ്ലർ എഫക്റ്റ് എന്താണ് എന്നറിയാൻ നമ്മൾ ആദ്യം സൗണ്ടിൻ്റെ പിച്ച് എന്ന പ്രോപ്പർട്ടി എന്താണ് എന്നറിയണം. മ്യൂസിക്കൽ ഷോയിലൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ സൗണ്ട് ഹൈ പിച്ച് ആയിപ്പോയി, ഷാർപ്പാണ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിച്ചിലുണ്ടാവുന്ന വേരിയേഷനാണ് ഇവിടെ പറയാറ്. അപ്പോൾ എന്താണ് പിച്ച് എന്നറിയുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിക്കാം.
ഈ സൗണ്ട് കേൾക്കുമ്പോൾ അതിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് എന്ന് വ്യക്തമായി ശ്രദ്ധിക്കുക. ഇപ്പോൾ കേട്ടില്ലേ ഒരു സൗണ്ട്? എന്തിലാണ് അവിടെ വ്യത്യാസം വന്നത്? ലൗഡ്നെസ്സിലാണോ? സൗണ്ട് ഉറക്കെ ഉറക്കെ കേൾക്കുകയാണോ ചെയ്തത്? അല്ല. ആ സൗണ്ടിൻ്റെ ഒരു പെനിട്രേറ്റിംഗ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്ത് വരുന്നതായി നിങ്ങൾ കണ്ടു. ആ പെനിട്രേറ്റിംഗ് എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പിച്ച് എന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട സൗണ്ടിൻ്റെ പിച്ച് ഗ്രാജുവലായി ഇൻക്രീസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പിച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഈ പിച്ചിൻ്റെ വേരിയേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു സൗണ്ട് കൂടി കേൾപ്പിക്കാം. ഒരു വെഹിക്കിളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായി ആ സൗണ്ട് ശ്രദ്ധിച്ചതിന് ശേഷം ആ വെഹിക്കിൾ റെസ്റ്റിലായിരിക്കുമോ അതോ അത് മൂവ് ചെയ്യുകയാണോ എന്ന കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് പറയേണ്ടത്. ഞാൻ ആദ്യം ആ സൗണ്ട് കേൾപ്പിക്കാം. ആ സൗണ്ടിൻ്റെ പിച്ചിലുണ്ടാവുന്ന വേരിയേഷൻ നന്നായി ശ്രദ്ധിക്കുക. ഈ സൗണ്ടിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുക? ഇനിഷ്യലി ദ ഫ്ലൈറ്റ് വാസ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്. ദാറ്റ് ഫ്ലൈറ്റ് കെയിം ടുവേഴ്സ് us. അതിനുശേഷം ആ ഫ്ലൈറ്റ് നമ്മളിൽ നിന്നും ദൂരേക്ക് പോവുകയാണ് ചെയ്തത്. ഫ്ലൈറ്റിനെ നമ്മൾ കണ്ടില്ല. സൗണ്ടിൻ്റെ പിച്ചിലുണ്ടായ വേരിയേഷനിൽ നിന്നാണ് നമുക്കിത് മനസ്സിലായത്. ഇവിടെ ഈ ഫ്ലൈറ്റിനെ നമുക്ക് സോഴ്സ് ഓഫ് സൗണ്ട് എന്നും ഇത് കേട്ട ആളിനെ നമുക്ക് ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ എന്നും പറയാം. സോ വെൻ ദ സോഴ്സ് ഓഫ് സൗണ്ട് ഈസ് മൂവിങ് ടുവേഴ്സ് ദ ലിസണർ ഓർ when the source is moving away from the listener, there is a change in pitch or there is an apparent change in frequency. This effect is called Doppler effect because it was first suggested by a mathematician called Christian Doppler. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിൽ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതാണ്: whenever there is relative motion between a source of sound and a listener, there will be an apparent change in frequency. ഇത് കറക്റ്റാണോ എന്നറിയുന്നതിനായി നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഫ്രീക്വൻസി ജനറേറ്റർ എന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്പാണത്. അതുപയോഗിച്ചുകൊണ്ട് എനിക്ക് ഏത് ഫ്രീക്വൻസിയിലുള്ള സൗണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിതിൽ 800 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ സൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടല്ലോ, 800 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ് നിങ്ങൾ ഈ കേട്ടത്. ഇവിടെ സോഴ്സ് ഓഫ് സൗണ്ട് ഈ മൊബൈൽ ഫോണും ലിസണർ ഈ മൈക്രോഫോണുമാണ്. ഞാനിനി ചെയ്യാൻ പോകുന്നത് ഈ സോഴ്സ് ഓഫ് സൗണ്ടിനെ നമ്മുടെ ലിസണറായ മൈക്രോഫോണിനടുത്തേക്ക് ഒന്ന് മൂവ് ചെയ്യിക്കാം. ഇതിൻ്റെ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. കേട്ടില്ലേ? ഒരു ഡിഫറൻസ് കേട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ റിലേറ്റീവ് മോഷൻ, ലിസണറിനും സോഴ്സിനും ഇടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ അപ്പാരൻ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നതാണ് ഡോപ്ലർ എഫക്റ്റ്. നമുക്ക് ഈ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സ്റ്റാറ്റിക് സൗണ്ട് സോഴ്സാണ്. അതിന് ചുറ്റും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന സൗണ്ടിനെ ഞാൻ സർക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സർക്കിൾ represent the crest of the wave. ഈ സോഴ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ക്രെസ്റ്റുകളിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, സോഴ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്തപ്പോൾ ആ റൈറ്റ് സൈഡിലെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ നോക്കൂ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്തിരിക്കുന്നു.
മാത്തമാറ്റിക്കലി ഈ ഡോപ്ലർ ഷിഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഫോർ ദാറ്റ് യു അസ്യൂം ദിസ് ഈസ് ദ ലിസണർ ആൻഡ് ഹിയർ വി ഹാവ് എ സോഴ്സ് ഓഫ് സൗണ്ട്. Conventionally, the direction from the listener to the source is assumed to be positive. And let's assume the listener moves with a velocity Vl and the source is moving with a velocity Vs. Both the velocities you can see in the figure. For convenience, here we are assuming that both the listener and source are moving along the line joining the listener and source. Let nu s is the frequency of sound emitted from the source and nu l is the frequency of sound heard by the listener. നമുക്കറിയാം ലിസണറിനും സോഴ്സിനും ഇടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ദിസ് nu s and nu l will not be equal. We can mathematically prove that the frequency heard by the listener nu l is equal to V plus Vl divided by V plus Vs into nu s, where V is velocity of sound through the medium. So, ഈ ഫോർമുല നിങ്ങൾ ഓർത്തു വയ്ക്കുക. nu l equals V plus Vl by V plus Vs into nu s. ഇതിലെ ഓരോ ടേംസും അറിയണം. nu l is the frequency heard by the listener, nu s the frequency of sound emitted from the source, V velocity of sound through the medium, Vl velocity of the listener and Vs velocity of the source. ഈ കേസിൽ നിങ്ങൾ നോക്കൂ, if Vl and Vs are 0, you will get nu l is equal to nu s. ഇത് ഒരു ജനറൽ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിലേക്ക് വി എല്ലിൻ്റെയും വി എസിൻ്റെയും പ്രോപ്പർ സൈൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് അതൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതും. എ ട്രെയിൻ സ്റ്റാൻഡിങ് അറ്റ് ദി ഔട്ടർ സിഗ്നൽ ഓഫ് എ റെയിൽവേ സ്റ്റേഷൻ blows a whistle of frequency 400 Hz in still air. What is the frequency of the whistle for a platform observer when the train, first question, approaches the platform with a speed of 10 meter per second? Second question, recedes from the platform with a speed of 10 meter per second. The speed of sound in still air can be taken as 340 meter per second. നോക്കൂ, ആ ക്വസ്റ്റ്യൻ നോക്കൂ. എ ട്രെയിൻ സ്റ്റാൻഡിങ് അറ്റ് ദി ഔട്ടർ സിഗ്നൽ ഓഫ് എ റെയിൽവേ സ്റ്റേഷൻ blows a whistle. So that train is the source here and it blows a whistle and its frequency is 400 Hz. So nu s equals 400 Hz. Speed of sound in still air is given V equals 340 meter per second. See, what is the first question? What is the frequency of the whistle for a platform observer? Means this observer or listener is at rest. Means VL is equal to 0. And you see, the train approached the platform with a speed of 10 meter per second. Here you can see the source is coming towards the listener. നേരത്തെ നമ്മൾ കണ്ടു, the conventional positive direction is from the listener to the source. So here Vs is opposite to the conventional positive direction. So Vs is minus 10 meter per second. You take the formula for nu l. Nu l equals V plus Vl by V plus Vs into nu s. ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 340 divided by 340 minus 10 into 400. You calculate this, you will get the answer as 412 Hz. See, emit ചെയ്ത frequency 400 ആയിരുന്നു. Since it comes towards the observer, he hears a frequency of 412 Hz. Come to the second part of the question. What is the frequency when the train recedes from the platform with a speed of 10 meter per second?
the train is moving away from the platform. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യണം. 400-നേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ആയിരിക്കണം ഈ പ്ലാറ്റ്ഫോം ഒബ്സർവർ ലിസൺ ചെയ്യേണ്ടത്. ഒരു 388 ഹെഡ്സ് ആണ് ഞാൻ ഇവിടെ ആൻസർ പ്രതീക്ഷിക്കുന്നത്. ഹിയർ വാട്ട് ഈസ് ദ സൈൻ ഓഫ് VS? സി, the source is moving away from the listener. VS is +10. VSന് +10 എന്ന വാല്യൂ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യൂ. യു വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി ആസ് 388 ഹെഡ്സ് ഇറ്റ്സെൽഫ്. കാൽക്കുലേഷന് മുൻപ് 388 ഹെഡ്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് എങ്ങനെയാണ് നമ്മൾ ഗസ് ചെയ്തത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഡോപ്ലർ എഫക്റ്റ് സൗണ്ടിന് മാത്രം കാണുന്ന ഒരു പ്രോസസ്സല്ല. സൗണ്ടിലും ലൈറ്റ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനും ഈ ഡോപ്ലർ എഫക്റ്റ് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിൻ്റെ സ്പീഡിനനുസരിച്ച് റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പല സിറ്റുവേഷൻസിലും നമുക്ക് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. മെഡിക്കൽ ഫീൽഡിൽ ഡോപ്ലർ സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഹൈ സ്പീഡിംഗ് വെഹിക്കിൾസ് പോലീസ് ചെക്ക് ചെയ്യുന്നത് ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഫ്രീക്വൻസി അറിയാവുന്ന ഒരു അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവോ മൂവ് ചെയ്യുന്ന വെഹിക്കിളിലേക്ക് ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്തുമ്പോൾ ഉറപ്പായും ഫ്രീക്വൻസി നമ്മൾ സെൻഡ് ചെയ്ത ഫ്രീക്വൻസിയിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഈ എത്ര ഡിഫറൻസ് ഉണ്ടോ അതിന് നമ്മൾ പറയുന്ന പേര് ഡോപ്ലർ ഷിഫ്റ്റ് എന്നാണ്. എത്ര ഡിഫറൻസ് വരുന്നോ ആ ഡിഫറൻസ് കാറിൻ്റെ സ്പീഡിൻ്റെ ഒരു മെഷറായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്പീഡ് മെഷർ ചെയ്യുക. നിങ്ങൾ എക്കോ കാർഡിയോഗ്രാം കേട്ടിട്ടുണ്ടല്ലോ. ഈ എക്കോ കാർഡിയോഗ്രാം എന്നത് ഡോപ്ലർ എഫക്റ്റിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇത്രയും വൈഡ് സ്പ്രെഡായ ആപ്ലിക്കേഷനുള്ള ഒരു പ്രോസസ്സാണ് ഡോപ്ലർ ഷിഫ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഡോപ്ലർ എഫക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. എഴുതൂ ക്വസ്റ്റ്യൻ. എ റോക്കറ്റ് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 200 m/s towards a stationary target. While moving, it emits a wave of frequency 1000 Hz. Some of the sound reaching the target gets reflected back to the rocket as an echo. Calculate 1. Frequency of sound as detected by the target, and 2. Frequency of echo as detected by the rocket. ഡോപ്ലർ എഫക്റ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കിട്ടും. ഡോപ്ലർ എഫക്റ്റിനെ ബേസ് ചെയ്ത് മുമ്പൊരിക്കൽ കോർട്ടിൽ വന്ന ഒരു കേസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ ട്രാഫിക് സിഗ്നൽസ് കണ്ടിട്ടുണ്ടല്ലോ. സിഗ്നൽസിൽ റെഡ് കളറുണ്ട്, യെല്ലോ കളറുണ്ട്, ഗ്രീൻ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ റെഡാണ്. അതെന്തുകൊണ്ടായിരിക്കും ഏറ്റവും ടോപ്പിൽ റെഡ് വെച്ചിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു ഡ്രൈവർ ഈ സിഗ്നലിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നു. നൗ ലെറ്റ് ദ റെഡ് കളർ ഈസ് ഓൺ. ഈ ഡ്രൈവർ ആ റെഡ് കളറിൽ കാർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഹി ക്രോസസ് ദി സിഗ്നൽ. ഇത് കണ്ടിട്ട് പോലീസ് ഇയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് ഇയാളെ കോർട്ടിലേക്ക് എത്തിക്കുന്നു. കോർട്ടിൽ ഇയാളൊരു ആർഗ്യുമെൻ്റ് നടത്തി. ഇയാൾ പറയുന്നു, ഞാൻ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ടില്ല, ഞാൻ ക്രോസ് ചെയ്തത് ഗ്രീൻ സിഗ്നലാണ്. അപ്പോൾ പോലീസ് പറഞ്ഞു, അല്ല, ഞങ്ങൾ വിറ്റ്നസ് ചെയ്തതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഇയാൾ റെഡ് സിഗ്നൽ തന്നെയാണ് ക്രോസ് ചെയ്തത് എന്ന്. അപ്പോൾ ഇയാളുടെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ്, ഈ റെഡ് സിഗ്നൽ കണ്ട ആളുകൾ സിഗ്നലിനടുത്ത് റെസ്റ്റിലായിരുന്നു. അവരാണ് ആ സിഗ്നലിനെ റെഡായി കണ്ടത്. ഞാൻ വളരെ ഫാസ്റ്റായി ഈ സിഗ്നലിനടുത്തേക്ക് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഫ്രീക്വൻസി റെഡിനേക്കാളും കൂടിയ ഫ്രീക്വൻസി ആയിരിക്കും. ഡോപ്ലർ ഷിഫ്റ്റ് പ്രകാരം ഞാൻ കണ്ടത് റെഡ് അല്ല, റെഡിനേക്കാളും കൂടിയ ഫ്രീക്വൻസിയാണ്. റെഡിനേക്കാളും കൂടിയ ഫ്രീക്വൻസിയാണ് ഗ്രീനിന്. സോ ഞാൻ ഗ്രീൻ ഒബ്സർവ് ചെയ്ത് ഗ്രീൻ സിഗ്നലാണ് ക്രോസ് ചെയ്തത് എന്ന് ഇയാൾ കോർട്ടിൽ ആർഗ്യൂ ചെയ്യുന്നു എന്ന് നിങ്ങൾ കരുതുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആർഗ്യുമെൻ്റ് കോർട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് നിങ്ങൾ തനിയെ ഒന്ന് ആലോചിച്ച് നോക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ ഡോപ്ലർ എഫക്റ്റിൻ്റെ ക്ലാസ്സോടുകൂടി ഹയർ സെക്കൻഡറി ഫിസിക്സിൻ്റെ 1ാം വർഷ ഫിസിക്സ് ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 82 എപ്പിസോഡുകളായി മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കാണുക. വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾവേസ് യു കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ ടീച്ചേഴ്സ്. ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.